നമുക്കൊന്നേ നല്ല നാടൻ കറിയായിട്ടുള്ളൊരു പുളിയിഞ്ചി തയ്യാറാക്കിയാലോ. നല്ല പുളിയും മധുരവും എരിവും ഒക്കെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ. പുളിയിഞ്ചി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 150 ഗ്രാം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 3 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, നാരങ്ങ വലിപ്പത്തിലുള്ള കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പാനിയും. ആദ്യം നമുക്ക് ഈ പുളിയിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചി കട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ രീതിയിലൊന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ മൺചട്ടിയിലാണ് പുളിയിഞ്ചി തയ്യാറാക്കുന്നത്. ചട്ടിയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നാടൻ കറിയായതുകൊണ്ട് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. കരിഞ്ഞു പോകരുത്. നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് വെളിച്ചെണ്ണ മാറ്റി വയ്ക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവായും ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം 2 വറ്റൽമുളക്, നേരത്തെ അരിഞ്ഞെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ 2 പൊടികളെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള പുളിവെള്ളം ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ശർക്കര പാനിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള ശർക്കര പാനിയോ കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കരയോ ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ രുചികരമായിട്ടുള്ള നമ്മുടെ പുളി ഇഞ്ചി ഇവിടെ റെഡിയാണ്. ട്രൈ ചെയ്ത്